വീണ്ടും വൈകുന്നേരം 7 മണിയോടുകൂടി സീറോ മലബാർ സഭ ആസ്ഥാനം ഒരു സംഘർഷ മേഖലയാവുകയായിരുന്നു. അൽമായ മുന്നേറ്റം പ്രവർത്തകർ സീറോ മലബാർ സഭയെ അനുകൂലിക്കുന്ന, സഭയിൽ വിശ്വസിക്കുന്ന, മാർപ്പാപ്പയെ അനുസരിക്കാൻ ദൃഢപ്രതിജ്ഞയെടുത്ത് അനധികൃതമായി അരമനയിൽ കയറിക്കൂടിയ സീറോ മലബാർ സഭയിലെ തന്നെ വിമത വൈദികർക്കിടമേൽ അനധികൃതമായി അവിടെ കടന്നു കയറിയതിനെ ചോദ്യം ചെയ്തുകൊണ്ടും അവരോട് അവിടുന്ന് മാറണം, ഇറങ്ങിപ്പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും വന്ന വിശ്വാസികളായ സ്ത്രീകളടക്കമുള്ള ഭക്തജനങ്ങളുടെ മേൽ ശകാരവർഷവും അസഭ്യവർഷവും നടത്തിയ വിമത അൽമായ മുന്നേറ്റം ഗുണ്ടകളുടെ വീഡിയോസും ഫോട്ടോസുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അവിടെ കൂടിയിരുന്ന വിമതരായ സ്ത്രീകൾ, സഭാസ്നേഹികളായ സ്ത്രീകളോട് വളരെ മോശമായും വളരെ വൃത്തിഹീനമായും സംസാരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോകൾ കണ്ടിട്ട് ഏതൊരു സീറോ മലബാർ സഭ അംഗങ്ങൾ മാത്രമല്ല, ലോകമാസകലമുള്ള സകല സ്ത്രീകളും സകല പുരുഷന്മാരും സകല കുടുംബാംഗങ്ങളും നാണിച്ചു പോകുന്ന തരത്തിലുള്ള മ്ലേച്ഛമായ വർത്തമാനം പറയുന്ന, മ്ലേച്ഛ ഭാഷ സംസാരിക്കുന്ന വിമതരായ സ്ത്രീകൾ അൽമായ മുന്നേറ്റത്തിലുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരികയായിരുന്നു അവർ. ഇതാണ് സീറോ മലബാർ സഭയിലെ എതിർക്കുന്ന അൽമായ മുന്നേറ്റം എന്ന സഭാവിരുദ്ധ സംഘടനയുടെ മൂല്യവും അവരുടെ അജണ്ടയും അവരുടെ സ്വഭാവവും അവരുടെ പ്രവൃത്തിയും ആണ്. മറ്റുള്ളവരെ അധിക്ഷേപിക്കുക, മറ്റുള്ളവരെ ആക്ഷേപിക്കുക, സഭാവിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ അതിനെ തടയുന്നവരെ തെറിവിളിക്കുക, മ്ലേച്ഛഭാഷ സംസാരിക്കുക, സമൂഹമധ്യത്തിൽ അവരെ അപമാനിതരാക്കുക, ഇതൊക്കെയാണ് അൽമായ മുന്നേറ്റം എന്ന പൊട്ട സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ ഭയന്ന് പല തറവാട്ടിൽ കുടുംബത്തിൽ പിറന്ന പല സഭാസ്നേഹികളും രംഗത്ത് വരാൻ മടിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വിശ്വാസികൾ തിരിച്ചറിഞ്ഞു, ഈ വിമത ഗുണ്ടകളെ, ഈ മ്ലേച്ഛത പറയുന്നവരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അവരെ ചെറുത്തു തോൽപ്പിക്കണം. പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടുമേ ഈ വർഗം പുറത്തു പോകുകയുള്ളൂ എന്ന് അരുളി ചെയ്ത ക്രിസ്തുനാഥൻ്റെ പിൻഗാമികളാണ് താങ്കൾ എന്ന സത്യം പലരും ഓർമ്മിച്ചെടുക്കുകയും ധൈര്യസമേതം അരമനയിലേക്ക് കടന്നു വരികയും ചെയ്തു. അതുമൂലമാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി സംഭവം ആകെ കലങ്ങി മറിഞ്ഞ് പാമ്പ്ളാനി പിതാവ് തൻ്റെ നാടകം പൊളിഞ്ഞതോർത്ത് വേദനിച്ചുകൊണ്ട് ഫോൺ എടുക്കാതിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുക്കാൻ കൂട്ടാക്കിയില്ല. അരമനയിലെ കൂരിയുടെ ചുമതലയുള്ള വൈദികർ അദ്ദേഹത്തെ വിളിച്ചെങ്കിലും ഫോൺ എടുക്കാൻ കൂട്ടാക്കിയില്ല. അവസാനം രാത്രി 10:30 വിവരങ്ങൾ അറിയാൻ വേണ്ടി അദ്ദേഹം മറ്റൊരു ഏതോ സംവിധാനം ഉപയോഗിച്ച്, മറ്റു പുള്ളിയുടെ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിമത വൈദികരോട് കൂടി ഇവിടുത്തെ വിവരങ്ങൾ അന്വേഷിക്കാൻ അദ്ദേഹം ഫോൺ ഓൺ ചെയ്തപ്പോഴാണ് അതുവരെ അദ്ദേഹത്തിൻ്റെ മൊബൈലിലേക്ക് അയച്ചുകൊണ്ടിരുന്ന സന്ദേശമെല്ലാം അദ്ദേഹത്തിൻ്റെ ഫോണിൽ വരികയും അദ്ദേഹം അത് കാണുകയും അങ്ങനെ അദ്ദേഹം കുരിയ അംഗങ്ങളെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് വിവരങ്ങൾ അറിയുകയും ചെയ്തപ്പോൾ ഇവിടുത്തെ ശക്തരായ വിശ്വാസികളുടെ ധൈര്യവും ഊർജ്ജസ്വലതയും അവരുടെ തൻ്റെടവും അവരുടെ സഭാസ്നേഹവും കണ്ട് ഇനി തൻ്റെ പദ്ധതി ഇവിടെ നടക്കില്ല എന്ന് ബോധ്യം വന്നപ്പോഴാണ് അദ്ദേഹം കൂരിയയോട് പറയുന്നത് അവരെ അവിടുന്ന് മാറ്റുവാൻ നിങ്ങൾ ആവശ്യപ്പെട് എന്ന്. എന്നാലും കൂരിയാംഗങ്ങൾ പറഞ്ഞിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടും തങ്ങളോട് നേരിട്ട് പാമ്പ്ളാനി പിതാവ് പറയാതെ അല്ലെങ്കിൽ കൂരിയയെ മാറ്റാതെ ഇവിടുന്ന് മാറുകയില്ല എന്ന് ബലം പിടിച്ച് ദാർഷ്ട്യത്തോടെ സംസാരിക്കുന്ന 16ഓളം വൈദികർ അരമനയിൽ തങ്ങിയപ്പോൾ 11 മണിയോടുകൂടി സീറോ മലബാർ സഭയിലെ ശക്തരായ 5 വിശ്വാസികൾ ആ അരമനയിലേക്ക് കടന്നു ചെല്ലുകയും അവരെ ഇറക്കി വിടാതെ തങ്ങൾ ഇറങ്ങുകയില്ല എന്ന് പോലീസിനെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ പാമ്പ്ളാനി പിതാവിൻ്റെ നിർദ്ദേശമില്ലാത്തതുകൊണ്ട് പോലീസ് അവരെ സമന്വയിപ്പിച്ച് മാറ്റി നിർത്തുകയാണ് ഉണ്ടായത്. പക്ഷേ രാത്രി 2 മണിയോടുകൂടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ലാത്തിചാർജിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും അവരുടെ ഷീൽഡും ലാത്തികളും എടുത്ത് മൈക്കിൽ അനൗൺസ്മെന്റ് ചെയ്തപ്പോഴാണ് സഭയുടെ പോരാളികൾ അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ ശക്തമായ നിർദ്ദേശത്തെ അവഗണിക്കാനാവാതെ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ശക്തമായ തീരുമാനങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ കൈക്കൊള്ളുമെന്ന് ഉറപ്പു ലഭിച്ചതിനെ തുടർന്നാണ് വിശ്വാസികൾ അവിടുന്ന് മാറി നിൽക്കാൻ തയ്യാറായത്. എങ്കിലും ആരും വീടുകളിലേക്ക് മടങ്ങിപ്പോയില്ല. വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥർ പലതവണ വന്ന് ആവശ്യപ്പെട്ടതിന് ശേഷമാണ് സഭയുടെ വിശ്വാസികൾ വീടുകളിലേക്ക് മടങ്ങിപ്പോയത്. കാരണം ഇതേ പോലീസ് തന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് 10 മിനിറ്റിന് ശേഷം അവരെ അവിടുന്ന് മാറ്റിക്കൊള്ളാമെന്ന് ഉറപ്പ് നൽകിയിട്ടും എന്തോ പിൻബലത്തിൻ്റെ, എന്തോ ഓഫറുകളുടെ ആണോ എന്തോ പിൻബലത്തിൻ്റെ ആണോ എന്ത് കാര്യങ്ങളാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമേ അറിയുള്ളൂ. അവർ ഇവരെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടും 10 മണിക്കൂർ കഴിഞ്ഞിട്ടും അവരെ മാറ്റിയില്ല.
ആ ഒരു വിശ്വാസവഞ്ചന വിശ്വാസികളോട് കാണിച്ചതുകൊണ്ട് പോലീസിനെ അവർക്ക് വിശ്വാസമില്ലാതായി. എങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ വളരെ സമന്വയമായി ഈ വിശ്വാസികളോട് സംസാരിക്കുകയും അതിൻ്റെ നേതാക്കൾ വളരെ താല്പര്യത്തോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥരോട് ഉറപ്പ് ലഭിക്കുകയും വാങ്ങിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഓരോരുത്തരും വീടുകളിലേക്ക് മടങ്ങിപ്പോയത്. നമ്മുടെ സഭയ്ക്ക് അപമാനകരമായ ഈ 80ഓളം വൈദികരുടെ മേൽ ശക്തമായ നടപടികളെടുത്ത് അവരെ സഭയ്ക്ക് പുറത്താക്കി അവരെ സസ്പെൻഡ് ചെയ്യാതെ ഒരു വിശ്വാസിയും ഇനി പുറകോട്ടില്ല, പിന്നോട്ടില്ല എന്ന ശക്തമായ നിലപാടാണ് ഇന്നലെ അവിടെ വന്നുകൂടിയ വിശ്വാസികൾ സ്വീകരിച്ചത്. അതിൻ്റെ വെളിച്ചത്തിൽ സഭയോടൊപ്പം ഐക്യത്തോടെ മുൻപോട്ട് പോകാൻ ഈ വൈദികർക്കോ ഇവരുടെ കൂട്ടുകാരികൾക്കോ ആത്മായ മുന്നത്തിനോ സാധിക്കില്ലെങ്കിൽ അവർ എപ്പോഴും ഭീഷണിപ്പെടുത്തുന്നത് പോലെ, അവരെപ്പോഴും പ്രഖ്യാപിക്കുന്നത് പോലെ, എന്നാൽ നടപ്പിലാകാത്ത, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത, ഒരിക്കലും നടപ്പിലാക്കാത്ത അവരുടെ സ്വതന്ത്ര സഭയിലേക്ക്, അവരുടെ സ്വന്തം സഭയിലേക്ക്, പ്രൊട്ടസ്റ്റന്റ് സഭയിലേക്ക് അവർ പുതിയ സഭ തുടങ്ങി പോയിക്കൊള്ളട്ടെ. അവരെന്തിന് സീറോ മലബാർ സഭയിൽ നിന്ന് ഇവിടുത്തെ വിശ്വാസികളെ കളങ്കിതരാക്കുന്നു, ഇവിടുത്തെ വിശ്വാസികളെ ആക്ഷേപിക്കുന്നു? ദേവാലയങ്ങൾ അടച്ചിട്ട് കുർബാന നടത്താതെ സഭാവിരുദ്ധമായി ഇല്ലീസിറ്റ് കുർബാന നടത്തി വിശ്വാസികളെയും ജനങ്ങളെയും ദൈവത്തെയും വഞ്ചിക്കുന്നു. ഇവരുടെ കുടുംബത്തിലേക്ക് വരുന്ന ശാപത്തെ പോലും ഇവർക്ക് ഭയമില്ല. ഇവരുടെ കുടുംബത്തിലേക്ക് വരുന്ന നഷ്ടങ്ങളെക്കുറിച്ച് ഇവർക്ക് ഭയമില്ല. ഇവർ നശിച്ചാലും മറ്റുള്ളവരും കൂടെ ഒന്നിച്ച് നശിക്കണമെന്ന സാത്താൻ്റെ തന്ത്രമാണ് ഈ വിമത അജണ്ടയ്ക്ക് പിന്നിലെന്ന് എല്ലാ വിശ്വാസികളെയും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു.